ഹേ ഗായ്സ്, സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഏതൊരു സ്കിൻ കെയറിൻ്റെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആൻഡ് ദിസ് വീഡിയോ ഈസ് അബൌട്ട് ഓൾ യു നീഡ് ടു നോ അബൌട്ട് ക്ലെൻസേഴ്സ്. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണ്. നിങ്ങൾ ശരിയായിട്ടുള്ള ക്ലെൻസിങ് ഏജൻസ് ആണോ യൂസ് ചെയ്യുന്നത്? നിങ്ങൾ ഓവറായിട്ട് നിങ്ങളുടെ ഫേസിനെ ക്ലെൻസ് ചെയ്യുന്നുണ്ടോ? അതോ നിങ്ങൾ ക്ലെൻസ് ചെയ്യുന്ന അളവ് കുറവാണോ? അതോ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് യോജിച്ചിട്ടുള്ള ക്ലെൻസറാണോ യൂസ് ചെയ്യുന്നത്? എങ്ങനെയുള്ള എല്ലാ കൺഫ്യൂഷൻസും മാറ്റുന്ന ഒരു വീഡിയോ ആണിത്. എന്തിനാണ് നിങ്ങൾ ക്ലെൻസേഴ്സ് ഉപയോഗിക്കേണ്ടത്? നമ്മളുടെ ഫേസിൽ ഉള്ള അഴുക്ക്, അതുപോലെ തന്നെ ഡേർട്ട്, മേക്കപ്പ് പ്രോഡക്ട്സ്, SPF, പൊല്യൂഷൻ, പിന്നെ ഓയിൽസ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സീബം, ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ്, ഇതൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫേസിൽ ക്ലെൻസ് ചെയ്യുന്നത്. അഥവാ ശരിക്കും ക്ലെൻസിങ് നടന്നില്ലെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ ഫേസിലിരുന്ന് നമ്മളുടെ പോഴ്സിനെ ക്ലോഗ് ചെയ്യും, ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവും, ഡൾനെസ് ആയിരിക്കും, ഇതെല്ലാം തന്നെ ഉണ്ടാവും. പിന്നെ എല്ലാത്തിനും ഉപരി പിന്നീട് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ഏതൊരു സ്കിൻ കെയർ പ്രോഡക്ട്സും ഇഫക്റ്റീവ് ആവണമെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഒരു നല്ല ക്ലെൻസിങ് കഴിഞ്ഞിട്ടിരിക്കണം. ഡേർട്ടി ആയിട്ടുള്ളൊരു ക്യാൻവാസിലല്ലല്ലോ ഒരിക്കലും നമ്മളൊരു പെയിന്റിങ് ചെയ്യാൻ പോകുന്നത്. സെയിം അപ്ലൈസ് ടു യുവർ സ്കിൻ. അതായത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സും ഇഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്താലേ ദിസ് ഓൾ പ്രൊഡക്ട്സ് ആർ ഗോയിങ് ടു വർക്ക്. ഓക്കെ, സോ അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ക്ലെൻസിങ്. ഒരു ക്ലെൻസർ യൂസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ തന്നെ കുറേ ടൈപ്പ് ഓഫ് ക്ലെൻസേഴ്സ് ഉണ്ട്. സോ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ ഏത് ക്ലെൻസർ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നാണ് ഞാൻ ഇനി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്ലെൻസേഴ്സ് എന്ന് പറയുന്നത് ജെൽ ക്ലെൻസേഴ്സ് ആണ്. ജെൽ ക്ലെൻസേഴ്സ് എന്ന് പറയുന്നത് ഓയിലി സ്കിൻ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നുള്ള ആളുകൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലെൻസറാണ് ജെൽ ക്ലെൻസേഴ്സ്. ക്ലെൻസേഴ്സ് നന്നായിട്ട് ഡീപ്ലി ക്ലെൻസ് ചെയ്യും. എക്സസ് ഓയിലൊക്കെ തന്നെ അവർ കളയും. ജെൽ ക്ലെൻസേഴ്സിന്റെ എൻ്റെ കുറച്ച് റെക്കമെൻഡേഷൻസ് ആണിത്. ഫോമിംഗ് ക്ലെൻസേഴ്സ് സ്യൂട്ട് ആയിട്ടുള്ളത് ഓയിലി സ്കിൻ അല്ലെങ്കിൽ ഒരു നോർമൽ സ്കിന്നുള്ള ആളുകൾക്കാണ് ഇങ്ങനത്തെ ഒരു ഫോമിംഗ് ഫേസ് വാഷസ്, ഫോമിംഗ് ക്ലെൻസേഴ്സ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് ആ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ലുക്ക് തരാനായിട്ട് സാധിക്കും. പക്ഷേ ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ ഫോമിംഗ് ഫേസ് വാഷസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ നിങ്ങളുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാനായിട്ടാണ് പോകുന്നത്. ഫോമിംഗ് ക്ലെൻസേഴ്സിന്റെ എൻ്റെ കുറച്ച് നല്ല റെക്കമെൻഡേഷൻസ് ആണിത്. അടുത്ത ടൈപ്പ് ഓഫ് ക്ലെൻസേഴ്സ് എന്ന് പറയുന്നത് ക്രീം ക്ലെൻസേഴ്സ് അല്ലെങ്കിൽ ലോഷൻ ക്ലെൻസേഴ്സ് എന്ന് പറയുന്നത് ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ആണ് ക്രീമി ക്ലെൻസേഴ്സ് ആർ ലോഷൻ ക്ലെൻസേഴ്സ്. ഇതുകൊണ്ട് വാഷ് ചെയ്താൽ തന്നെ നമ്മൾ ഓൾറെഡി ഉള്ള ഒരു നാച്ചുറൽ മോയ്സ്ചർ നമ്മളുടെ ഫേസിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജെന്റിൽ ആയിട്ടുള്ള ക്രീം ക്ലെൻസേഴ്സ് അല്ലെങ്കിൽ ലോഷൻ ക്ലെൻസേഴ്സ് സഹായിക്കും. ക്രീം ഓർ ലോഷൻ ക്ലെൻസേഴ്സിനുള്ള എൻ്റെ ഏറ്റവും നല്ല റെക്കമെൻഡേഷൻസ് ആണിത്. ഓയിൽ ക്ലെൻസേഴ്സ് അല്ലെങ്കിൽ ബാം ക്ലെൻസേഴ്സ് എന്ന് പറഞ്ഞതുണ്ട്. ഇത് യൂഷ്വലി ഒരു ഡബിൾ ക്ലെൻസിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾ ഒരു യൂസ് ചെയ്യുന്ന ഫേസ് വാഷിന് മുമ്പ് നിങ്ങളുടെ മേക്കപ്പ്, നിങ്ങളുടെ സൺസ്ക്രീൻ, നിങ്ങളുടെ ഓയിൽ, ഡേർട്സ് എല്ലാം നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ക്ലെൻസേഴ്സ് അല്ലെങ്കിൽ ബാം ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് യൂഷ്വലി ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ക്ലെൻസിങ് ഓയിൽസ് അല്ലെങ്കിൽ ക്ലെൻസിങ് ബാംസ് യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് ചെയ്ത് നിങ്ങളുടെ മേക്കപ്പ് എല്ലാം തന്നെ റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷിലേക്ക് പോവാം. സോ ഡബിൾ ക്ലെൻസിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഓയിൽ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. നല്ലൊരു ഓയിൽ അല്ലെങ്കിൽ ബാം ക്ലെൻസേഴ്സിനുള്ള റെക്കമെൻഡേഷൻസ് ആണ് ഇത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്ലെൻസേഴ്സ് ഏതൊക്കെ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഇപ്പൊ ഡ്രൈ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ട് ചെയ്യുന്നത് ക്രീം ക്ലെൻസേഴ്സ് അല്ലെങ്കിൽ ജെന്റിൽ ക്ലെൻസേഴ്സ് അല്ലെങ്കിൽ ലോഷൻ ക്ലെൻസേഴ്സ് ആണ്. അത് നിങ്ങളുടെ ഓൾറെഡി ഉള്ള മോയ്സ്ചറിനെ, നാച്ചുറൽ മോയ്സ്ചറിനെ കുറച്ച് കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. ജെന്റിലാണ്, ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. സോ ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ ഗോ ഫോർ ക്രീം ക്ലെൻസേഴ്സ് അല്ലെങ്കിൽ ലോഷൻ ക്ലെൻസേഴ്സ് വിത്ത് കണ്ടൻസ് ലൈക്ക് ഹൈലറോണിക് ആസിഡ്, സെറമൈഡ്സ്. ഒരിക്കലും ഒരു സ്ട്രോങ് ഫ്രാഗ്രൻസ് ഉള്ള ഒരു ക്ലെൻസർ ഡ്രൈ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം.
ഇനി അഥവാ നിങ്ങൾ ഓയിലി സ്കിൻ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്ലെൻസർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫോമിംഗ് ക്ലെൻസേഴ്സ് അല്ലെങ്കിൽ ജെൽ ക്ലെൻസേഴ്സ് ആണ് വിത്ത് കണ്ടൻസ് ലൈക്ക് സാലിസിലിക് ആസിഡ് ടീ ട്രീ ഓയിൽസ് നൈസിനമൈഡ്. നോർമൽ സ്കിൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്ലെൻസേഴ്സ് എല്ലാം തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഹൗ യുവർ സ്കിൻ ഫീൽസ് എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ അതിനുള്ള ക്ലെൻസർ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി വാട്ട് ആർ ദ കോമൺ ക്ലെൻസിങ് മിസ്റ്റേക്സ് പീപ്പിൾ മേക്ക്? സോ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ആയിട്ടുള്ള വാട്ടർ ഫേസ് വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവറായിട്ട് ക്ലെൻസ് ചെയ്യുന്നത്, അതായത് ഓവറായിട്ട് ലൈക്ക് ഭയങ്കര അഗ്രസീവ് ആയിട്ട് ഫേസ് ഇങ്ങനെ ക്ലെൻസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഫേസിനെ ഇറിറ്റേറ്റ് ആക്കും, ഡ്രൈ ആക്കും. സോ ബേസിക്കലി രണ്ട് ടൈമിലാണ് നിങ്ങൾ ക്ലെൻസ് ചെയ്യുന്നത്. മോർണിംഗ് ഒരു ക്ലെൻസിങ്, നൈറ്റ് ഒരു ക്ലെൻസിങ്. എല്ലാവരും മോർണിംഗിലത്തെ ക്ലെൻസിങ് ചെയ്യും, പിന്നെ നൈറ്റിൽ ക്ലെൻസ് ചെയ്യാതിരിക്കരുത്. അതൊരു ബിഗ് മിസ്റ്റേക്ക് ആണ്. സോ നൈറ്റിൽ എന്തായാലും നിങ്ങളുടെ മേക്കപ്പ്, നിങ്ങളന്ന് യൂസ് ചെയ്ത സൺസ്ക്രീൻ, പുറത്തുപോയി വന്നിട്ടുള്ള ഡേർട്ട് എല്ലാം തന്നെ റിമൂവ് ചെയ്തിട്ട് വേണം കിടക്കാൻ. സോ ബേസിക്കലി 2 പ്രാവശ്യം ക്ലെൻസിങ് മതി, ഒരു മോർണിംഗ് ആൻഡ് നൈറ്റ് ക്ലെൻസിങ് മതി. ഇനി ക്ലെൻസിങ് ചെയ്തതിന് ശേഷം ഒരു റഫ് ആയിട്ടുള്ള ടവൽ ഉപയോഗിച്ച് മുഖത്തിങ്ങനെ ഭയങ്കര അഗ്രസീവ്ലി റബ്ബ് ചെയ്യാൻ പാടില്ല. യൂസ് എ സോഫ്റ്റ് ടവൽ, ജെന്റ്ലി ഒന്ന് ഫേസ് പാറ്റ് ചെയ്യാനേ പാടുള്ളൂ. ആൻഡ് ആഫ്റ്റർ യൂസിങ് എ ക്ലെൻസർ അപ്പം തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സീറംസ് നിങ്ങളുടെ ബാക്കി സ്കിൻ കെയർ റൂട്ടീൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ദിസ് വാസ് ദ വീഡിയോ അബൌട്ട് ക്ലെൻസേഴ്സ്. ആൻഡ് നിങ്ങളുടെ സ്കിന്നിനെ പറ്റിയ ക്ലെൻസേഴ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫേവറേറ്റ് ക്ലെൻസർ ഏതാണെന്ന് കമൻസിലൂടെ മെൻഷൻ ചെയ്യുക.